ഇന്ത്യ വിമാനം തായ്ലൻഡിൽ അടിയന്തരമായി നിലനിർത്തി. ബോംബ് ഭീഷണിയെ തുടർന്നാണ് നടപടി. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനമാണ് അടിയന്തരമായി നിലനിർത്തിയത്. ഇന്നു രാവിലെയാണ് സംഭവം. ഇന്ത്യൻ സമയം രാവിലെ 9:30 വിമാനം പുറപ്പെട്ടത്. ഇതിനു പിന്നാലെ വിമാനത്തിൽ ബോംബ് വെച്ചതായി എയർപോർട്ട് അധികൃതർക്ക് ഭീഷണി സന്ദേശം ലഭിക്കുകയായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഉടൻ തന്നെ യാത്രക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റി. പിന്നാലെ പോലീസിന്റെ നേതൃത്വത്തിൽ വിമാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ബോംബ് കണ്ടെത്താനായില്ല. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ 16 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ പുറപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങുകയോ ചെയ്തിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ തടസ്സം മൂലം യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ തങ്ങൾ ഖേദിക്കുന്നുവെന്നും യാത്രക്കാർക്ക് താമസ സൌകര്യമൊരുക്കുന്നതുൾപ്പെടെ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നും എയർ ഇന്ത്യ അറിയിച്ചിരുന്നു. യാത്ര റദ്ദാക്കുന്നവർക്ക് പണം തിരികെ നൽകും. അല്ലാത്തവർക്ക് സൗജന്യ റീഷെഡ്യൂളിംഗ് തിരഞ്ഞെടുക്കാം. യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.